ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 1 സാമുവേൽ 2-ാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 1 സാമുവേൽ അധ്യായം 2-ൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 36. 2. 1 സാമുവേൽ 2-ാം അധ്യായത്തിലെ ശീർഷകങ്ങൾ ഏതെല്ലാം? ഉത്തരം ഹന്നായുടെ കീർത്തനം, ഏലിയുടെ പുത്രന്മാർ. 3. ഹന്നായുടെ പ്രാർത്ഥനയിൽ കർത്താവിൽ ആനന്ദിക്കുന്നത് എന്ത്? ഉത്തരം ഹന്നായുടെ ഹൃദയം. 4. കർത്താവിൽ ഉയർന്നിരിക്കുന്നത് എന്ത്? ഉത്തരം എൻ്റെ ശിരസ്. 5. ശത്രുക്കളെ പരിഹസിക്കുന്നത് എന്ത്? ഉത്തരം എൻ്റെ അധരം. 6. ആരാണ് പരിശുദ്ധൻ? കർത്താവ്. 7. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്, നിന്റെ നാവിൽ നിന്നും ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. കാരണം? ഉത്തരം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്. 8. മേലിൽ എങ്ങനെ സംസാരിക്കരുത്? ഉത്തരം അഹന്തയോടെ. 9. നിന്റെ നാവിൽ നിന്ന് പുറപ്പെടാതിരിക്കേണ്ടത് എന്ത്? ഉത്തരം ഗർവ്. 10. ആരുടെ വില്ലുകളാണ് തകരുന്നത്? ഉത്തരം വീരന്മാരുടെ വില്ലുകൾ. 11. ആരാണ് ശക്തി പ്രാപിക്കുന്നത്? ഉത്തരം ബലഹീനർ. 12. ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നത് ആര്? ഉത്തരം സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ. 13. വിശപ്പ് അനുഭവിച്ചവർ ഡാഷ് അടയുന്നു? ഉത്തരം സംതൃപ്തി. 14. ആരാണ് നിരാലംബയാകുന്നത്? ഉത്തരം സന്താന സമ്പത്തുള്ളവൾ. 15. ആരാണ് സംതൃപ്തി അടയുന്നത്? ഉത്തരം വിശപ്പ് അനുഭവിച്ചിരുന്നവർ. 16. ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നവനാര്? ഉത്തരം കർത്താവ്. 17. പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നത് ആര്? ഉത്തരം കർത്താവ്. 18. ദരിദ്രനും ധനികനും ആക്കുന്നതും താഴ്ത്തുന്നതും ഉയർത്തുന്നതും ആര്? ഉത്തരം കർത്താവ്. 19. ധൂളിയിൽ നിന്നും കർത്താവ് ഉയർത്തുന്നത് ആരെയാണ്? ഉത്തരം ദരിദ്രനെ. 20. എവിടെ നിന്നാണ് അഗതിയെ കർത്താവ് സമുദ്ധരിക്കുന്നത്? ഉത്തരം കുപ്പയിൽ നിന്ന്. 21. ദരിദ്രനെയും അഗതിയെയും കർത്താവ് ആരോടൊപ്പമാണ് ഇരുത്തുന്നത്? ഉത്തരം പ്രഭുക്കന്മാരോടൊപ്പം. 22. കർത്താവ് ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നത് ആര്? ഉത്തരം ദരിദ്രനെയും അഗതിയെയും. 23. കർത്താവ് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നത് എവിടെ? ഉത്തരം ഭൂമിയുടെ അടിത്തൂണുകളിന്മേൽ. 24. കർത്താവ് കാക്കുന്നത് എന്ത്? ഉത്തരം തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ. 25. അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നതാര്? ഉത്തരം ദുഷ്ടന്മാർ. 26. കർത്താവ് ഛിന്നഭിന്നമാക്കുന്നത് ആര്? ഉത്തരം പ്രതിയോഗികളെ. 27. ആർക്കെതിരെയാണ് കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കുന്നത്? ഉത്തരം പ്രതിയോഗികൾക്കെതിരെ. 28. കർത്താവ് വിധിക്കുന്നത് എന്തിന്? ഉത്തരം ഭൂമിയെ മുഴുവൻ. 29. കർത്താവ് ശക്തി കൊടുക്കുന്നത് ആർക്ക്? ഉത്തരം തൻ്റെ രാജാവിന്. 30. ആരുടെ ശിരസ്സാണ് കർത്താവ് ഉയരുമാറാക്കുന്നത്? ഉത്തരം തൻ്റെ അഭിഷിക്തൻ്റെ ശിരസ്. 31. ബാലനായ സാമുവേൽ ആരുടെ സാന്നിധ്യത്തിലാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നത്? ഉത്തരം പുരോഹിതനായ ഏലിയുടെ സാന്നിധ്യത്തിൽ. 32. ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം അവർ മാനിച്ചില്ല. അവർ ആര്? ഉത്തരം ഏലിയുടെ പുത്രന്മാർ. 34. ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ പുരോഹിതന്റെ ഭൃത്യൻ എന്താണ് ചെയ്തിരുന്നത്? ഉത്തരം പാത്രത്തിൽ മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ പുരോഹിതനു വേണ്ടി എടുത്തിരുന്നു. 35. ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ പുരോഹിതന്റെ ഭൃത്യൻ പാത്രത്തിൽ മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ പുരോഹിതന് വേണ്ടി എടുത്തിരുന്നു. ആരോടെല്ലാമാണ് അവർ ഇപ്രകാരം പ്രവർത്തിച്ചത്? ഷീലോയിൽ. ഉത്തരം ഷീലോയിൽ വന്നിരുന്ന ഇസ്രായേൽക്കാരോടെല്ലാം. 36. മേധസ് ദഹിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ബലിയർപ്പിക്കുന്നവനോട് പുരോഹിതന്റെ ഭൃത്യൻ വന്ന് പറഞ്ഞിരുന്നത് എന്ത്? ഉത്തരം പുരോഹിതന് വേണ്ടി പാകം ചെയ്യാൻ കുറേ മാംസം തരിക, പച്ച മാംസമല്ലാതെ വേവിച്ചത് അദ്ദേഹം സ്വീകരിക്കുകയില്ല. 37. ആദ്യം ദഹിപ്പിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം എന്ന് തടസ്സം പറയുന്നവരോട് പുരോഹിതന്റെ ഭൃത്യൻ പറയുന്നത് എന്ത്? ഉത്തരം പോരാ, ഇപ്പോൾ തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ ബലം പ്രയോഗിച്ച് എടുക്കും. 38. ആരുടെ പാപമാണ് ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നത്? ഉത്തരം ഏലിയുടെ പുത്രന്മാരുടെ പാപം. 39. ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായി തീരാൻ കാരണമെന്ത്?
ഉത്തരം അത്ര അശ്രദ്ധയോടെയാണ് അവർ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചത്. 40 ബാലനായ സാമുവേൽ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു വരവെ ധരിച്ചിരുന്നത് എന്ത്? ഉത്തരം ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം. 41 ബലിയർപ്പിക്കുവാൻ ഭർത്താവിനോടൊത്ത് വർഷം തോറും പോകുമ്പോൾ സാമുവേലിൻ്റെ അമ്മ അവന് എന്താണ് കൊടുത്തിരുന്നത്? ഉത്തരം ചെറിയ ഉടുപ്പുണ്ടാക്കി കൊടുത്തിരുന്നു. 42 കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് ഏൽക്കാനിയെയും ഭാര്യയെയും അനുഗ്രഹിച്ചതാര്? ഏലി. 43 ഹന്നായിക്ക് സാമുവേലിനെ കൂടാതെ വേറെ എത്ര മക്കളുണ്ടായി? 3 പുത്രന്മാരും 2 പുത്രിമാരും. 44 ഏലിയുടെ പുത്രന്മാർ ആരോടൊത്ത് ശയിച്ചിരുന്നതായിട്ടാണ് അദ്ദേഹം അറിഞ്ഞത്? ഉത്തരം സമാഗമ കൂടാരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത്. 45 ആരോട് പറഞ്ഞു? നിങ്ങളെപ്പറ്റി ദൈവജനം പറഞ്ഞ് ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ തീരെ നന്നല്ല. ഉത്തരം ഏലി തൻ്റെ പുത്രന്മാരോട്. 46 മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവനു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് ആര്? ഉത്തരം ദൈവം. 47 എന്തുകൊണ്ടാണ് ഏലിയുടെ പുത്രന്മാർ തങ്ങളുടെ പിതാവിൻ്റെ വാക്ക് കേൾക്കാഞ്ഞത്? ഉത്തരം കാരണം അവരെ നശിപ്പിക്കുവാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു. 48 ആരാണ് കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നത്? ഉത്തരം ബാലനായ സാമുവേൽ. 49 പീലിയുടെ കുടുംബത്തിന് താൻ എപ്പോൾ തന്നെ വെളിപ്പെടുത്തിയത് എന്നാണ് കർത്താവ് അരുളിച്ചത്? അവൻ്റെ പിതാവിൻ്റെ കുടുംബം ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൽ അടിമയായിരിക്കുമ്പോൾ. 50 കർത്താവ് ഇപ്രകാരം പറയുന്നു, നിന്റെ പിതാവിൻ്റെ കുടുംബം ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൽ അടിമയായിരിക്കുമ്പോൾ ഞാൻ അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തി. ഏലിയുടെ അടുക്കൽ വന്ന് ഇപ്രകാരം പറഞ്ഞത് ആര്? ഉത്തരം കർത്താവ് അയച്ച ഒരാൾ. 51 ഏലിയുടെ പിതൃഭവനത്തെ എന്തിനു വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തു എന്നാണ് കർത്താവ് അരുളി ചെയ്തത്? ഉത്തരം തൻ്റെ ബലിപീഠത്തെ സമീപിക്കുവാനും ധൂപാർപ്പണം നടത്തുവാനും തൻ്റെ മുമ്പിൽ എഫോദ് ധരിക്കുവാനും. 52 ഏലിയുടെ പിതൃഭവനത്തെ എവിടെ നിന്നാണ് കർത്താവ് തിരഞ്ഞെടുത്തത്? ഉത്തരം ഇസ്രായേലിൻ്റെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന്. 53 ഏലിയുടെ പിതൃഭവനത്തിന് കർത്താവ് കൊടുത്തത് എന്ത്? ഉത്തരം ഇസ്രായേൽ മക്കൾ ദഹനബലിക്ക് അർപ്പിച്ചത് എല്ലാം. 54 എന്നേക്കാൾ കൂടുതൽ നിന്റെ മക്കളെ നീ ഏലിയോട് ഇങ്ങനെ ചോദിച്ചതാര്? ഉത്തരം കർത്താവ്. 55 കർത്താവ് എപ്രകാരമാണ് ഏലിയുടെയും പിതൃകുടുംബത്തിൻ്റെയും ശക്തി ക്ഷയിപ്പിക്കുക? ഉത്തരം വാർദ്ധക്യത്തിൽ എടുത്താൽ ആർക്കും ഇടയാകത്തക്ക വിധം. 56 ഏലിയുടെ കുടുംബം എന്തുകൊണ്ട് അസ്വസ്ഥരും അസൂയലുകളുമാകുമെന്നാണ് കർത്താവ് അരുളി ചെയ്തത്? ഉത്തരം ഇസ്രായേൽ ജനത്തിൽ മറ്റുള്ളവർക്ക് കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളെല്ലാം. 57 ഒരേ ദിവസം തന്നെ മരിക്കും എന്ന് കർത്താവ് അരുളി ചെയ്തത് ആരെക്കുറിച്ച്? ഉത്തരം ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയെയും ഫിനേഹസിനെയും കുറിച്ച്. 58 കർത്താവ് തിരഞ്ഞെടുക്കുന്ന വിശ്വസ്തനായ പുരോഹിതനോട് ഏലിയുടെ കുടുംബത്തിൽ അവശേഷിക്കുന്നവർ എന്തിനു വേണ്ടിയാണ് യാചിക്കുക? ഉത്തരം ഒരു വെള്ളിക്കാശിനും ഒരു കഷ്ണം അപ്പത്തിനും വേണ്ടി. 59 കർത്താവ് തിരഞ്ഞെടുക്കുന്ന വിശ്വസ്തനായ പുരോഹിതനോട് ഏലിയുടെ കുടുംബത്തിൽ അവശേഷിക്കുന്നവർ യാചിച്ചുകൊണ്ട് പറയുന്നത് എന്ത്? ഉത്തരം ഒരു കഷ്ണം അപ്പം ലഭിക്കേണ്ടതിന് എന്നെ ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിക്ക് ചേർക്കണമേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.